കുറച്ച് കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുമായി ബന്ധപ്പെട്ട വളരെ ഹീനമായ വിദ്വേഷ പ്രചരണത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി വരികയാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ്റെ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വർഗീയ വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്ക് CPM നേതൃത്വം നൽകിയിരുന്നു. ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ചോദ്യങ്ങൾ, സമൂഹത്തിൽ നിന്നുയരുന്ന, സമുദായത്തിൽ നിന്നുയരുന്ന ധാരാളം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള CPIMൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് നിലമ്പൂരിലെ വിധിയെഴുത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ നിലമ്പൂർക്കാരനാണ്. രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ് നിലമ്പൂരിലുള്ള ജനത എന്ന് പറയുന്നത്. എല്ലാ മതസാമൂഹ്യ വിഭാഗങ്ങളും അവിടെയുണ്ട്. ആ മതസാമൂഹ്യ വിഭാഗങ്ങളെല്ലാം കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ മെജോറിറ്റി ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാ വിഭാഗവും തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ CPM കുറച്ച് കാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഭാഗീയമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടം ലഭിച്ചില്ല എന്നുള്ളത് CPMന് ഒരുപാട് പാഠം പഠിക്കാൻ കൂടി ഉപകരിക്കുന്നതാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM പച്ചക്കള്ളമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഇന്ന് ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് വരെ CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്നാണ് ഔദ്യോഗികമായി ജമാഅത്തെ ഇസ്ലാമി അതിനോട് പ്രതികരിക്കുന്നത്. ആരെങ്കിലുമല്ല, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കും അതിൻ്റെ മറുവശം പലതും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായി ഗോവിന്ദ മാഷ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്ത മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ പഹൽഗാവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയ സംഘടനയിൽപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ അമീറിൻ്റെ പത്രസമ്മേളനം വീഡിയോകൾ അതിൻ്റെ വെബ്സൈറ്റിലുണ്ട്. പ്രസ് റിലീസ് എല്ലായിടത്തുണ്ട്. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണെന്നിരിക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇതിനോട് പ്രതികരിക്കാത്ത ഏക മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാഷ്ട്രീയമായി വിയോജിപ്പാകാം. എന്തിനാണ് ഒരു മൈനോറിറ്റിയിൽപ്പെട്ട ഒരു മുസ്ലിം മതസംഘടനയെ, എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യത്തെ മുൻനിർത്തി ഒരു മതസംഘടനയ്ക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്നതാണ് ചോദിക്കാനുള്ളത്.